അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. പവിയൊരു പാവാടോ. ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാങ്ങ പറി ചെളിക്കുത്തെ ഇതന്നെ. ഫുൾ ഗേൾസിൽ നടക്കരുന്ന് ഞാൻ തമാശയൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ സാറ് ഗോപാലകൃഷ്ണ വേറെ ഇന്നും കൂടെ കഴിഞ്ഞ ദിലീപേട്ടൻ ഇല്ല കേട്ടോ. അറം പറ്റണമെന്നും പറയല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഓരോ ചെറുതാ. എന്റെ നല്ല നാക്കാന്ന്. അതുകൊണ്ടാ പറയണേ. രണ്ട് പെൺകുട്ടികളാണ്, പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. മമ്മൂക്കാണ് വന്നോണ്ടേ എന്നാണ് ഒരു കല്യാണം ഇനി. ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തിയേക്കാം. കാരണം എന്റെ എല്ലാ കല്യാണത്തിനും എന്നെ ആളാണ് പോകും. നമുക്കിപ്പോൾ അവരോട് പോയിട്ട് ഇയാളെ തന്നെ നീ കല്യാണം കഴിച്ചോളും നാളെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതാണ് തിരിച്ചെങ്ങാനും വല്ലതും ചോദ്യം ചോദിച്ചാലോ വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് മോളെ നീ ആരാന്ന് വെച്ചാൽ പറ. ഈ ഇന്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടത് ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. ആദ്യം തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ദിലീപേട്ട സ്വാഗതം. ദിലീപേട്ട പവിയറ്റ് കെയർ ടേക്കർ. ഇപ്പം ഞാനത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും പ്രത്യേകമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ ദിലീപേട്ടൻ, അതായത് റൊമാൻസ് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുന്ന, ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് റൊമാൻസ് കൊണ്ടുവരുന്ന ഒരു ദിലീപേട്ടൻ ഇതിൽ കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഈ പ്രണയത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് അത് പൈങ്കിളിയാണെന്ന്. ദിലീപേട്ടൻ പൈങ്കിളിയാണോ? പ്രണയം വരുമ്പോൾ നമ്മൾ അറിയാണ്ട് പൈങ്കിളിയായി പോകുമല്ലോ. പ്രണയത്തിന് പ്രായമില്ല. അതുകൊണ്ട് അത് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ഏതൊരു കാലഘട്ടത്തിൽ ആൾക്കാർക്കും പ്രണയം വരുമ്പോൾ ഒരേപോലെ എന്ന് പറയുന്ന സംഭവമില്ലേ. ഒരു കുറ്റിയടിച്ച പോലെ അവിടെ തന്നെ ചുറ്റിപ്പിറ്റിക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവനവന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലവ് എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അത് മാറി നിൽക്കുന്നവന് ഇവനെന്തൊക്കെ കാണിക്കണേ, ഇവനെന്തിനാ അങ്ങനെ തോന്നാം. അപ്പോൾ അതിനകത്തൊരു പൈങ്കിളിത്തം ഉണ്ടാവും. ദിലീപേട്ടൻ ഏറ്റവും പൈങ്കിളിയായിട്ട് പ്രണയത്തിൽ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒത്തിരി ചെയ്തിട്ടുണ്ടാവും, പ്രണയിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും പൈങ്കിളിയായിട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം. കുഴപ്പമാണ്, മൊത്തത്തിൽ പൈങ്കിളിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് തോന്നുന്ന ആദ്യ പ്രണയം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് തിരിച്ചിങ്ങോട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല, സ്വാഭാവികം. നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രണയിക്കാലോ, നമുക്ക് ആരും പ്രണയിക്കാലോ. തിരിച്ചാരും നമ്മളെ പ്രണയിക്കുന്നു നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മൾ പ്രണയിക്കുന്നു, അവർ പ്രണയിച്ചാൽ നല്ല കാര്യം. അതുപോലെ ജനലിന്റെ അടുത്ത് പോയി നിൽക്കുകയോ മതിൽ ചാടി കാണാൻ പോവുകയോ പോകുന്ന വഴിക്ക് നിന്ന് പൂവാലനെ പോലെ. അല്ല, ഞങ്ങൾ മഹാരാജസിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. അത് പല പല ക്ലാസ്സിലെ പിള്ളേരാണ്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രിക്ക് പോകും. ഞാൻ മഹാരാജസിൽ പഠിക്കുന്ന സമയത്ത് 3 വർഷം മഹാരാജസിൽ BA പഠിക്കുമ്പോൾ ഞാനൊക്കെ 3 ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളൂ. ഞാനത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഞാൻ ആ ക്ലാസ്സിലെ കുട്ടിയല്ല എന്നും പറഞ്ഞു. കാരണം ഞാൻ ഇരിക്കുന്ന മൊത്തം ലിറ്ററേച്ചറിൽ വേറെ പിള്ളേരുടെ കൂടെയാണ് മൊത്തം. അപ്പോൾ ദിവസം പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ വരിക, കുറച്ച് നേരം അവിടെ ഇരിക്കുക, പോവും. എനിക്ക് തന്നെ അറിയില്ല ആരൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാണ് പോലും. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങളൊക്കെ തമ്മിൽ. അപ്പോൾ അതിലൊരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഗേൾസിൽ നടക്കരുന്ന് ഞാൻ തമാശയൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സാറ് ഗോപാലകൃഷ്ണ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഇടയ്ക്ക് പോവും. അപ്പോഴാണ് നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്നത്. അത് വേറെ അർത്ഥത്തില്ല. പക്ഷേ ഇന്നും അവരൊക്കെ നമ്മുടെ ഭയങ്കര തിക് ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ്. ആ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ശക്തമായ അവരുടെ മക്കളായിട്ടൊക്കെ ഭയങ്കര നമ്മൾ അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ പ്രീഡിഗ്രിക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെയോ നോക്കുന്നുണ്ട് ആ കുട്ടി. അപ്പോൾ നമ്മളിതാരാണ് ഇത് കണ്ടുപിടിക്കണമല്ലോ, ഇതാരെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ കുട്ടി വേഗം തിരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാനും വേറൊരു ഫ്രണ്ടും ഉണ്ട്. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ അറിയും. അതുകൊണ്ട് പേര് പറയുന്നില്ല സുഹൃത്തുക്കൾ. ഞാനും അവനോട് നമ്മളിത് ആരാന്ന് കണ്ടുപിടിക്കണോടാ. അവനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഞാൻ തന്നെയത്. ഒരു ചെറിയ സംശയം പോലും തോന്നിയില്ലായിരുന്നു എന്നെയാ നോക്കില്ല. ഞാൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അപ്പോഴാണ് ഞങ്ങളിങ്ങനെ പതുക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി ഭയങ്കര ഇഷ്ടത്തിലാണ്. നമ്മളോട് എന്തോ ഒരു ഇഷ്ടം, നമ്മുടെ തമാശകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം അല്ലാണ്ട് പ്രണയം തോന്നാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. കാരണം ഒരു മാതിരി ഇരിക്കുന്ന ഹാങ്ങറിലൊക്കെ ഷട്ടിട്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിമിക്രി എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മുടെ മിമിക്രിയൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റേജിലൊക്കെ, കോളേജിലൊക്കെ ഭയങ്കര ഇതിലാണ് നമ്മൾ. പക്ഷേ നമ്മളാണ് ഇതിൻ്റെ ആളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷൻ തുടങ്ങി.
പക്ഷെ അപ്പം നമുക്ക് വേറെ പ്രണയമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിത് പക്ഷേ എന്നാലും ഞങ്ങൾ വെറുതെ പോയിട്ട് ഞാനും ഇവനും അതാണ് പൈങ്കിളി. ഞാനും ഫ്രണ്ട് കൂടി പതുക്കെ പോയിട്ട് യാത്രയാക്കാൻ പോയിക്കും, ഒരാവശ്യമില്ല. അത് കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ആയി. അതോടെ ഞാൻ മാരേജ് പോക്ക് നിർത്തി. കോളേജ് മറ്റത് 91 ഇത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഫുൾ ടൈം നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും കോളേജിൽ വരും. അവിടെ നിന്ന് പോയാലും അവിടെ നിന്ന് അവർ ലോ കോളേജിൽ പോയാലും മാരേജ് തന്നെ ആയിരിക്കും നമ്മളും. അതോടുകൂടി പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല, എനിക്ക് വേറെ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഞാൻ അവരെ കുറെ കാലത്തിന് ശേഷം കാണണേ ഞാൻ മാനത്തെ കൊട്ടാര സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം. ആ യാത്രയൊക്കെ നന്നായിട്ട് നമ്മൾ യാത്ര അയച്ചു. ഇനി നമ്മൾ പൈങ്കിളിലോട്ടാണല്ലോ വരുന്നത്. പിന്നെ പവിയിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് കത്തുകളും കൊണ്ടുള്ള ഒരു സ്ഥലമാണല്ലോ. ഞാനൊരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട് ദിലീപേട്ട. അന്ന് തന്നെ അമ്മ പൊക്കി, പിറ്റേ ദിവസം സ്കൂളിൽ വന്നു, മിസ്സിന് കൊടുത്തു, ഇവളത് എഴുതിയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും ടീച്ചറായിരുന്നു. പിന്നെ ബാക്കി എനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദിലീപ് അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എഴുതി ഇങ്ങോട്ട് കിട്ടിയൊരു മറുപടിയാണ് ഞാൻ എഴുതിയത്. ആദ്യമായിട്ട് അങ്ങോട്ട് അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു. ഇല്ലില്ല, ആ ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എഴുതി പിടിച്ചു. മറുപടി എഴുതി ഒരു ലവ് ലെറ്ററിന്. എഴുതി അന്ന് തന്നെ പിടിക്കാം. നമുക്കൊരു ഇത് വേണ്ടേ? ഇന്ന് സത്യത്തിൽ ഈ ലവ് ലെറ്റർ എന്ന് പറഞ്ഞ സാധനം വംശനാശം സംഭവിച്ചൊരു സിംഹവാലം കുരങ്ങല്ലേ? സിംഹവാലം കുരങ്ങാണ്. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ര രസം തോന്നണില്ല. അന്നത്തെ പിടുത്തമൊക്കെ പൈങ്കിളിയാണ്. ഇതുപോലെ ഞാൻ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ ദിലീപേട്ട എഴുതിയിട്ടുണ്ട് ദിലീപേട്ട. അത്ര ഒന്നും ആലോചിക്കണ്ട, എഴുതിയിട്ടുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ലവ് ലെറ്റർ എഴുതിയിട്ടില്ല. ആരോടും ലവ് ലെറ്റർ എന്ന് വെച്ചാൽ ഇഷ്ടം പറയണ പരിപാടി ഇല്ലെങ്കിൽ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലെവിടെയോ ലവ് ഉണ്ടായിരുന്നു. അതാണ് ലവ് ലെറ്റർ. നമ്മൾ അങ്ങനെ തന്നെ ലവ് ലെറ്റർ എന്ന് വിളിക്കുക. ലെറ്ററിൽ പ്രണയം പറയുന്നതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. അപ്പോൾ ദിലീപേട്ട, എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദിലീപേട്ടൻ ആദ്യം എഴുതിയ ലവ് ലെറ്റർ ഓർമ്മയുണ്ടോ? ഇല്ല. എന്താന്ന് അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാം. കാരണം ആ ലെറ്റർ എഴുതാൻ ഞാൻ പറയും. അത് പക്ഷേ ഞാൻ പറയില്ല. ഞാൻ എന്ത് നല്ലതാണെന്നറിയാമോ? ദിലീപേട്ടന് വേണ്ടി ലെറ്റർ പാഡ്, പേപ്പർ, പേന. എൻ്റെ മനസ്സിലെന്താണെന്ന് ദിലീപേട്ടന് ഇപ്പം അറിയില്ല. പക്ഷെ ഞാൻ പറയാൻ പോവാണ്. ദിലീപേട്ടൻ ഒരു ലവ് ലെറ്റർ ഇപ്പം എഴുതും. ഞാൻ എഴുതും. എന്നിട്ട് കാവ്യ ചേച്ചിക്കാണ് ഈ ലവ് ലെറ്റർ എഴുതാൻ പോകുന്നത്. ഞാൻ അടുത്ത ട്രോൾ ഉണ്ടാക്കാനുള്ള ഐറ്റം. ട്രോൾ എന്തിനാണ് ഇതിൽ ഉണ്ടാക്കണത്? ഭാര്യയ്ക്ക് പ്രേമം ഒരാൾ പറയണത് ട്രോളാണോ? അല്ല ദിലീപേട്ട, ഒരിക്കലും. അത് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഇറ്റ്സ് പേഴ്സണൽ നൗ. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് എഴുതേണ്ട കാര്യം ഇതാക്കി എന്നിട്ട് അതിന് ഇതിന്റെ അടിയിൽ വരുന്ന തെറി കമന്റ്സുകളും ബഹളം നാണവിലട നിനക്കൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അതും വെറുതെ എന്തിനീ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു ലെറ്റർ എഴുതാൻ നിങ്ങൾ എഴുതിക്കോളാം. നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ എഴുതി തരത്തില്ല. എന്റെ ലെറ്റർ പാഡ് വേസ്റ്റ് ആയി. വേണ്ട, എന്റെ രണ്ടാമത്തെ ലെറ്റർ അത് കാവ്യക്കല്ല. രണ്ടാമത്തെ ലെറ്റർ ഒരച്ഛൻ മകൾക്ക് അയക്കുന്ന കത്താണ്. ദിലീപേട്ടൻ ഒരു ദിവസം ഇനി ബാക്കിയുള്ളൂ. ഇന്നും കൂടെ കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഇല്ല കേട്ടോ. ദിലീപേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഇതാണ് എന്റെ ടാസ്കിന്റെ ആദ്യത്തെ പാർട്ട്. അപ്പൊ ദിലീപേട്ടൻ മീനാക്ഷിക്ക് എഴുതുന്ന കത്താണ്. എന്റെ നല്ല നാക്കാന്ന്. രണ്ടുപേർക്ക് എഴുതാം. മീനാക്ഷിക്കും എഴുതാം. മീനാക്ഷിക്കുള്ള 3 വരി, പിന്നെ മഹാലക്ഷ്മിക്കുള്ള 3 വരി. അത് ബുദ്ധിമുട്ടില്ലല്ലോ? അതെ, ഓക്കെ. ഈ കാര്യമാണ് ദിലീപേട്ടൻ അവരോട് പറയുന്നത്. പിന്നെ ഇതാണ് ഇവർ ജീവിതത്തിൽ ഓർത്തിരിക്കുന്നത്. അച്ഛൻ എന്ന് പറയുമ്പോൾ അതാണ്. രണ്ടുപേര് കൂടിയാലും ഇല്ല, കുഴപ്പമില്ല. പേര് മീനാക്ഷിക്കുള്ളത് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കുള്ള മഹാലക്ഷ്മിക്കും എഴുതണമെന്നേ ഉള്ളൂ. ഒളിഞ്ഞു നോട്ടം അലൗഡാണോ? അല്ല. തന്നേക്കാം. 3 വരിയിലായിട്ട് എഴുതിയതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. 3 വരികളാണ്. ഞാൻ വായിക്കണോ? ദിലീപേട്ട വായിക്കോ? ദിലീപേട്ട വായിക്കോ? ഞാൻ വായിച്ചാദ്യം. മീനാക്ഷി, ഐ ലവ് യു മൈ സ്വീറ്റ് ഡോട്ടർ. മഹാലക്ഷ്മി, ഐ ലവ് യു മൈ ലിറ്റിൽ പ്രിൻസസ്. വിളിക്കാൻ ഞാൻ പറയില്ല, കാരണം മീനാക്ഷി ഡ്യൂട്ടിക്ക് കയറി എന്നുള്ളത് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് ദിലീപേട്ട ഫോണിൽ ദിലീപേട്ടൻ ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സായി. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓൾ ലവ് ദാറ്റ് യു വാണ്ട് ടു സേ. പ്രണയം എന്ന് പറയുമ്പോൾ അടുത്ത് എന്താണ് ദിലീപേട്ടൻ ഉണ്ടാവുക? പ്രണയം വന്ന് വരുമ്പോ നാച്ചുറലി അവരെ ഒന്നുകിൽ അച്ഛനമ്മ അറിയും, അടിയുടെ പെരുന്നാൾ കേട്ടിട്ടുണ്ടോ? അടി ഇല്ല, വഴക്ക്, എടാ നിന്നെ കാണിച്ചിടാം, അങ്ങനെയൊക്കെ. ഇനി അതിലിട്ടോ ബ്രേക്കപ്പ് ഉണ്ടാവും. അപ്പം എന്റെ ബ്രേക്കപ്പ് അടിപൊളിയായിരുന്നു. കരഞ്ഞ് അവിഞ്ഞ കരച്ചിൽ വാതിൽ കടച്ചിട്ട് എനിക്കുണ്ടായിരുന്നു കുറേ കാലം. അങ്ങനെ നമുക്ക് ഈ കരയുന്ന കുട്ടിക്ക് നമ്മൾ എന്താ കൊടുക്കുക? സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ കരച്ചിൽ നിർത്തുമെന്ന് പറയില്ലേ? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഒരു ഡീപ്ലി ഇൻ ലവ് അങ്ങനെ ഒരു ഇതായിരുന്നു. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലൈഫിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നും രാത്രികളിൽ കരയാന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. കോളേജൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ആ ടൈമിൽ ആ സമയത്താണ് ഒരു ഗോഡ്സ് ഗിഫ്റ്റ് പോലെ നമ്മൾ സിനിമയിലേക്ക് വരാമെന്ന് പറയുന്നത്. നമ്മളൊന്ന് പിന്നെ ആ സങ്കടങ്ങൾ പതുക്കെ പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ നമുക്ക് പ്രണയം സിനിമയോടായി.
പിന്നെ സിനിമയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞതിന് അത് അത് അവിടെ പൈങ്കിളിയാണ് ആണ് അതെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് കരയണ്ടടാ ഇത് പറഞ്ഞിട്ട് തരുന്ന ഒരു വലിയ ഗിഫ്റ്റ് ഇല്ലേ, എനിക്കതാണ് സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് സിനിമയാണെന്നറിയാലോ ദൈവത്തിന്. അപ്പം അത് കറക്റ്റ് എടുത്ത് തന്നപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ. പക്ഷെ ഇപ്പൊ മീനാക്ഷി വളർന്നു വരുമ്പോൾ തൊട്ട് ഒരു സ്റ്റാറിന്റെ 2 സ്റ്റാർസിന്റെ മകളായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ സ്കൂളിലൊക്കെ ചിലപ്പോൾ ദിലീപേട്ട ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഞാൻ ദിലീപേട്ടനെ പുറത്ത് വെച്ച് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തന്നെ സെൽഫി എടുക്കാനായിട്ട് എല്ലാവരും ഓടി വരും, ക്യാമറകളൊക്കെ വരും. അപ്പോൾ മീനാക്ഷിയുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചർമാർ വരത്തില്ലേ ഒരു സെൽഫി ഒരു ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരു കൺസിഡറേഷൻ. അവളെ പഠിച്ച സ്കൂളിലെ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു ഇഷ്യൂ നടക്കുന്ന പോലെ സമയത്ത് പോലും ആ സ്കൂൾ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു. അവളെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അവളെ എനിക്കറിയാം. ആ സ്കൂള് ഭയങ്കരമായിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. എൻ്റെ മോള് നായിഷയുടെ മോളൊക്കെ അവിടെ പഠിച്ചിരുന്നത്. നന്നായിട്ട് അവരെ ഇതാവുക അവിടെ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി പവി അറ്റ് കെയർ ടേക്കറിൻ്റെ പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ പല ഇൻ്റർവ്യൂസിലും ഞാൻ സിനിമയിലൊരു പൈങ്കിളി ഒരു പ്രണയം എല്ലാം ഉള്ളൊരു ദിലീപേട്ടനെയാണ് കണ്ടതെങ്കിൽ ഈ ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടത് ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അതായത് ദിലീപേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ദിലീപേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. തകർന്നൊരു മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ പലതിലും കണ്ടത്. ദിലീപേട്ടൻ്റെ പല വാക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. പറയുമ്പോൾ ഇവിടെ നിന്നല്ല, കെയിം ഫ്രം ഹിയർ അങ്ങനത്തെ. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അവസാനത്തെ ഇതെന്നുള്ള പോലെയൊക്കെ ലൈക്ക് ഇത് എൻ്റെ പ്രതീക്ഷ ഈ സിനിമ എന്നുള്ള പോലെയും ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പല സ്ഥലത്തും വന്ന് അതിലൊരു കമൻറ്റ് ഇതായിരുന്നു, അതിപ്പോൾ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ പലതും പറയാമെന്നൊക്കെ. പക്ഷെ ശരിക്കും അത് ഇതിനേക്കാൾ വലിയ പൈസ ഇറക്കിയിട്ടാണ് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈവൻ 2020 ഒക്കെ മനസ്സിലായില്ലേ. ബ്രേക്ക് ആവുന്നത് നമ്മൾ അതൊന്നുമല്ല, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മൾ മനുഷ്യൻ തന്നെയല്ലേ ആ സമയത്തുള്ളതാ. അതൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ചില സമയത്ത് തോന്നുമ്പോൾ എന്ന് തോന്നുന്ന സാധനം തന്നെ. പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫൈറ്റാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത് പോകുക, അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ദിലീപേട്ടന് തോന്നിയായിരുന്നോ ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു ജനപ്രിയ നടൻ തന്നെ ആളുകൾ വിളിക്കുന്നില്ലായിരുന്നെങ്കിൽ, എനിക്കിതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതിലും സ്വസ്ഥമായിട്ട് ഉറങ്ങിയേനെ? അതായത് ഇല്ല, ഞാൻ എന്താ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഹീറോ ആവാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ദൈവം എനിക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു നിധിയാണ് എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഇത്രയും കാലം എനിക്ക് തോന്നുന്നത് 29-30 വർഷത്തിലേക്കാവുകയാണ്. ഇത്രയും വർഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടെ നിലനിർത്തി എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അതൊക്കെ വലിയ പുണ്യമായിട്ടാണ്. ഒരിക്കൽ പോലും എനിക്കിപ്പോൾ ഒരു പറഞ്ഞ പോലത്തെ ചിന്തകളേ വന്നിട്ടില്ല എൻ്റെ മനസ്സിൽ. എനിക്ക് സിനിമ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ഞാൻ നീതി പുലർത്തുന്നുണ്ട്. എനിക്ക് ഓരോ സിനിമയും എനിക്ക് ഓരോ മിഷനാണ്. അത് ചിലത് സക്സസ്ഫുൾ ആവാം, ചിലത് ഫെയിലിയർ ആവാം. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് എന്തൊക്കെ പറഞ്ഞു ഓരോ സ്വപ്നത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വിടുന്നു. എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വിടുന്നത്. ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ ഫെയിലിയർ ആവും. എന്ന് വെച്ച് നമ്മൾ നിർത്തുന്നുണ്ടോ? നമ്മൾ അടുത്തയിലേക്ക് പോകും, പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി ദിലീപേട്ടൻ്റെ ഓർമ്മ പരീക്ഷിക്കുന്ന റൗണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഓർമ്മയില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് രേണു ആരാന്ന് പോലും അറിയില്ല. ദിലീപേട്ട, എൻ്റെ കാര്യങ്ങളല്ല പടപടാന്ന് ഉത്തരം പറയാൻ പറ്റണം. ഓക്കെ, പടപടാ. അവസാനമായിട്ട് ദിലീപേട്ട ഏതൊരു സിനിമയിൽ സലീം പറയുന്നില്ലേ, എന്തോ ചോദിക്കുമ്പോ ടപ്പേ ടപ്പേ. സലീമേട്ടൻ്റെ ഒക്കെ രക്ഷയില്ല. ദിലീപേട്ടൻ അവസാനമായിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് 2 ആഴ്ച മുമ്പ്. എന്താ കഴിച്ചത്? ഓംലെറ്റും കട്ടൻ ചായ. കട്ടൻ ചായ. കാവ്യ ചേച്ചി. ഓക്കെ, അത് ലോകക്കട. തീർന്നിട്ട് അടുത്ത ചോദ്യം. കാവ്യ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ്റെ കുറേ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരുന്നിട്ട് വെറുതെ കാവ്യ ഒന്നും വിചാരിക്കേണ്ടെന്ന് ഓർത്ത് കഴിക്കുന്ന ഒരു ഫുഡ് സ്ഥിര ടേസ്റ്റ് അല്ല. ഒരിക്കൽ സംഭവിച്ചത് പൊങ്കൽ. അതിന് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഞാൻ കഴിയില്ല, ഇതാളെ ഈ പൊങ്കൽ കിട്ടൂല. ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറയ്ക്കല്ലേ, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. ശരിയാ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ തരത്തിലും ഭക്ഷണങ്ങളും ഉണ്ടാക്കും. പണ്ടങ്ങനെ ഇല്ല, എന്തോ ചായയും പരിപാടി അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ ഇതിലോ വന്നിട്ടുണ്ടായിരുന്നു. അന്ന്
ഞങ്ങൾ 10-13 പേര്, ഞങ്ങൾ 1.5 വർഷം ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ഫാമിലി ഫുൾ ആൾക്കാരുണ്ട്, 13-14 പേരുണ്ടെന്ന്. കംപ്ലീറ്റ് ആൾക്കാർക്ക് അവൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കി ഒരു ആരുടെ ഒരു ബർത്ത്ഡേയുടെ ദിവസം. നന്നായി ഉപ്പ് പറഞ്ഞത് പതുക്കെ പറഞ്ഞത്, കാരണം ചിലപ്പോൾ നാളെ തൊട്ട് കഴിക്കണ്ട തരുന്നില്ല എന്ന് വെച്ചേടെ. ഏറ്റവും അവസാനമായിട്ട് ആർക്കാണ് സർപ്രൈസ് കൊടുത്തത്? സർപ്രൈസ് ഇടയ്ക്ക് വീട്ടിലൊക്കെ തന്നെ കൊടുക്കുന്നതാണ്. ഓർക്കപ്പുറത്ത് വരൂല്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് വരിക എന്നൊക്കെ പറയുന്ന സർപ്രൈസുകൾ പല സ്ഥലത്തും കൊടുക്കാറുണ്ട്. കാവ്യക്ക് ദിലീപേട്ടനിൽ ഏറ്റവും ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മളെല്ലാവരോടും നന്നായി പെരുമാറുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഹായ് നിങ്ങൾ എല്ലാവരോടും നന്നായി പെരുമാറുന്നതെന്ന് ഞാൻ പറയത്തില്ല. അതുണ്ട്, പക്ഷെ അതായിരിക്കില്ല, ദുഷ്ടതയാണ്. മനസ്സിന്റെ വലിപ്പമില്ലായിക. ഇനി എന്ത് കാര്യത്തിലാണ് വഴക്കുണ്ടാക്കണേ, അല്ലെങ്കിൽ എനിക്ക് കാര്യം ഇഷ്ടമല്ല കേട്ടോ ദിലീപേട്ട എന്ന് പറയുന്ന കാര്യം എന്താണ്? ഞാൻ മടിയനാണ്, പങ്ക്ച്വൽ അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത്ര സമയം അതിന് മുമ്പ് ഒരാൾ വന്ന് കയറി അതെല്ലാം പൊളിക്കും. അവിടെ എല്ലായിടത്തും അതിനനുസരിച്ച് പോകും. അപ്പോൾ പറയും ഇത് എന്തിനാ നേരത്തെ ഇറങ്ങിക്കൂടി. ഞാൻ പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് 9 മണിക്ക് ചെല്ലുന്ന സ്ഥലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു 8 മണിയാകുമ്പോൾ പറഞ്ഞാൽ പറയാം. ആ 8 മണിക്ക് കണക്കാക്കി എന്തോ ഒരു ഗുരുത്വദോഷം എന്ന് പറഞ്ഞല്ലേ അത്. ആരെങ്കിലും വന്ന് കയറി അപ്പം നമ്മുടെ പ്രശ്നം ഇയാൾ ഒഴിവാക്കാനും പറ്റാത്ത ഒരാളാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അല്ല ഇറങ്ങണം പോകണം അല്ലേ, ഒരു കാര്യം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് 9 മണിയാവും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പറയാൻ പറ്റത്തില്ല. ഇനി കൂട്ടുകാർക്കിടയിലെ ദിലീപേട്ടൻ്റെ വട്ടപ്പേരെന്താണ്? ഇരട്ടപ്പേര്? കോളേജ് പഠിക്കുന്ന സമയത്ത് കോവാല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വിളിക്കോ? ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പലരും ദിലു അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ്. ഇനി നമ്മൾ മിമിക്രി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ദിലീപേട്ട, നമ്മൾ ഏറ്റവും ആദ്യം ഒരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് അവിടെ നിന്നാണല്ലോ തുടങ്ങുക. അപ്പോൾ ദിലീപേട്ടൻ ഏറ്റവും ആദ്യം അനുകരിച്ച ആള്, അതിനുശേഷം കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അനുകരിച്ച ഒരാൾ? ഇല്ല, ഞാൻ ആദ്യം അനുകരിച്ചത് സ്കൂളിലെ 2 സാറുമാരെ തന്നെയാണ്. എൻ്റെ അച്ഛനെ പഠിപ്പിച്ചൊരു സാറ് എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം പഠിപ്പിച്ച കരുനാഗപ്പള്ളി സാറും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻകുട്ടി സാറുണ്ടായിരുന്നു. ഈ ഗോവിന്ദൻകുട്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഞാനന്ന് സ്കൂളിൽ വെറുതെ തമാശക്കൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആ സമയത്ത് വലിയ മിമിക്രി ഇതൊന്നുമില്ല. സാറിൻ്റെ ചില ചേഷ്ടകൾ കാണിച്ചു. പിന്നീട് ഞാൻ കേട്ടത് ജയറാമേണ്ണനും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താൽ വന്നേന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പെരുമ്പാവൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ വന്നത്. കണക്ഷൻ ഞങ്ങള് ഒരേ സാറിനെ പണി കൊടുത്തിട്ട് വന്ന ആൾക്കാർ കണക്ഷൻ കൂടി ഉണ്ട് എനിക്ക്. അറിയില്ല കേട്ടോ. അല്ല ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ടില്ലായിരുന്നു ചക്കിയുടെ? നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പല ഇത് എത്ര ദിവസത്തെ കല്യാണമായിരുന്നു ദിലീപേട്ട? ഞാൻ അത് കണ്ടു. കല്യാണം ഇന്നും ഉണ്ട്, റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക പാലക്കാട്. അപ്പൊ ഇത് കേരളം മുഴുവൻ നടന്നിട്ടുള്ള റിസപ്ഷൻ ആണ്? കുറെ സ്ഥലത്തുണ്ട്. ഇത് പല ഹോട്ടലായോണ്ട് മനസ്സിലായില്ല. ആദ്യത്തേത് എവിടെയായിരുന്നു? ആദ്യം തുടങ്ങിയത് നമ്മള് ഹയാത്തില് തൃശ്ശൂരില് സംഗീത്, അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഞങ്ങള് കാണുന്നുണ്ട് ഫോട്ടോ വീഡിയോ. പിന്നെ ജയറാമേന്റെ ഒരു കോമഡി ആയിട്ട്, ജയറാമേട്ടനും കണ്ണനെ കൂടിയുള്ള ഒരു കോമഡി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ഗുരുവായൂരിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹയാത്തില് കെട്ട് ഗുരുവായൂർ, കല്യാണം ഇവിടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസപ്ഷൻ കൊച്ചി ഹയാത്തില്. അത് കഴിഞ്ഞ് തൃത്വ അവന്റെ ടാറ്റയുടെ അവിടെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പാലക്കാട്. ഇനി തമിഴ്നാട്ടിലും ഉണ്ടോരണം എവിടേക്കാ പോകും നീ? ഇതൊരു 1.5 കല്യാണം ആഘോഷിക്കട്ടെപ്പാ. അത് സന്തോഷമുള്ളൂ. നല്ല നല്ല ഉടുപ്പുകൾ സാരിയും കാണാമല്ലോ. പക്ഷെ എന്റെ ചോദ്യത്തിലോട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പല പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മകളുടെ വിവാഹമാണെന്നൊക്കെ പോലത്തെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 2 പെൺകുട്ടികളാണ്, പ്ലാൻ ചെയ്യണം എന്ന് വന്നു? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ മമ്മൂക്കയാണ് വന്നോണ്ടേ, എന്നാണ് ഒരു കല്യാണം ഇനി? ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തിയേക്കാം. എന്റെ എല്ലാ കല്യാണത്തിനും എന്നെ ആളാണ് മമ്മൂക്ക. അല്ല നന്നായി ദിലീപേട്ടൻ, അത് വളരെ നന്നായത്. ഞാൻ പറഞ്ഞു നിർത്തി ഇവളെയാണ്. കാരണം മമ്മൂക്ക കണ്ട ഉടനെ നീ തൂങ്ങണ്ടോ എന്ന് ചോദിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൈ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അമേരിക്കയിൽ പോയപ്പോൾ. അപ്പോൾ ഇവളോട് ചോദിക്കാം. അപ്പോൾ ഇവള് ഡോക്ടറായി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച. കല്യാണം എന്ന് പറഞ്ഞത് അവര് എപ്പോൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ അവരോട് പോയിട്ട് ഇയാളെ തന്നെ നീ കല്യാണം കഴിച്ചോളും നാളെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അതാണ് തിരിച്ചെങ്ങാനും വല്ല ചോദ്യം ചോദിച്ചാലോ വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് നീ ആരാന്ന് വെച്ചാ പറ, നമ്മള് സപ്പോർട്ട് ചെയ്യാ എന്നല്ലാണ്ട് എന്ത് പറയാന് ഒരു തരത്തിലും പറ്റത്തില്ല. അതായത്
അതിന്റെ ഒരു സൈഡിൽ കൂടെ പോലും പോകുന്നത് മ്ലേച്ഛകരമായിരിക്കും ചോദിച്ചാൽ അത് അത് ഭയങ്കര ക്രൂരതയായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഇതുവരെ മീനാക്ഷിക്കുള്ള അപ്പൻ്റെ ഇമേജ് നമ്മൾ അവിടെ കളയണ്ട. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, ദിലീപേണ്ട മനസ്സിൽ എപ്പോഴെങ്കിലും വന്നു എനിക്ക് അല്ല, ഇങ്ങനെ നാച്ചുറലി ഒരു കുട്ടികൾക്കും അവരുടെ ലൈഫും അവരുടെ പാർട്ട്ണർ അവരുടെ ഫാമിലിയൊക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പം നാച്ചുറലി നമ്മൾ ചിന്തിക്കും ദൈവം അനുഗ്രഹിച്ച് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അതേ പറ്റുള്ളൂ. എനിക്ക് ദിലീപേട്ടൻ്റെ ഒത്തിരി സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ എൻ്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു റോള് അത് ചാന്തുപൊട്ടിലെയാണ്. അതിന് മുന്നെയോ അതിന് പിന്നെയോ അതുപോലെ അങ്ങനെ ഒരു റോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പവി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേജുകളിൽ ഞാൻ റിവ്യൂസ് കണ്ടതിൽ ഒരുപാട് ഡീഗ്രേഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. കാണണ്ട, അങ്ങനെയാണെങ്കിലാണ് വിൻറ്റേജ് ദിലീപേട്ടൻ ഇനി കൊണ്ടുവരണ്ട, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത ഒരാളാണ്. ചാന്തുപൊട്ടിലെ ഡയലോഗ് രീതിയിൽ പ്രേക്ഷകരോട് ഇതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് പറയും? ഈ പവിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഈ സിനിമ ദിലീപൻ എന്തുകൊണ്ട് അത് സ്പെഷ്യൽ? പവിയൊരു പാവാടോ. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-18 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ. അയാൾക്കുണ്ടാവില്ലേ മോഹങ്ങൾ? അയാൾക്കൊന്നൊരു ജീവിതമല്ലേ പെൺകുട്ടി. പക്ഷെ ആരാന്നറിയില്ലടോ. ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാങ്ങ പറി ചെളിക്കുത്തെ ഇതെന്നെ. ഞാൻ ഒട്ടും അത്രയും പെട്ടെന്ന് ഇത് വരുമെന്ന് ഓർത്തില്ല. ബട്ട് ദാറ്റ്സ് ട്രൂ. ശരിയാണ് ദിലീപേട്ട. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഭയങ്കര ഇതായിപ്പോയി. ശരിക്കും ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരാൾ സിനിമ കാണുന്നു, വരുന്നു, അയാൾക്ക് ഇഷ്ടമാവുന്നു എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത്. പക്ഷെ ഇത്ര ഒരു ലോബി ഇങ്ങനത്തെ സാധനമൊക്കെ ശരിക്കും ഈ ഒരു ഫീൽഡിൽ പോസിബിൾ ആണ്. ഞാൻ കാണിച്ചോട്ടെ, വലിയ കൂട്ടമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്നെ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലേ നടക്കണം കണ്ടേക്കണം. എൻ്റെ കൂടെ എവിടെ ലോബിയാ? ഞാൻ എന്ത് കാര്യത്തിനും നാദർശക്ക് ഞാൻ അപൂർവമായിട്ടൊക്കെയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളൂ. അപ്പോൾ ഒരിടയ്ക്ക് പറഞ്ഞു മമ്മൂക്ക ലാലേട്ടനൊക്കെ നമ്മളാണ് ഭരിക്കണേന്നൊക്കെ പറഞ്ഞിട്ടൊരു സമയം വായിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാൻ ക്ലാപ്പ് അടിച്ച് തുടങ്ങുകയും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രണ്ടുപേരാണ് അവർ. അത് കഴിഞ്ഞിട്ടുള്ള രണ്ടുപേര് സുരേഷ് ഏട്ടൻ ജയറാമേട്ടൻ. ഇവർ 4 പേര് എൻ്റെ സീനിയേഴ്സാണ്. ഇവരിൽ സുരേഷ് ഏട്ടൻ്റെ കൂടെ മാത്രമേ ഞാൻ വർക്ക് ചെയ്യാത്തുള്ളൂ. ഞാനൊരു ഭയങ്കര ബ്രദർലി കൺസേണും കൂടിയാണ്. അവർക്കും എന്നോട് അനിയനോടുള്ള സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാനൊന്നുമല്ല. എനിക്ക് ആർക്കെന്ത് വിഷയം ഉണ്ടായാലും ഇവിടെ ഈവൻ നിങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ അടുത്ത് വരെ പോയി ചോദിച്ചു, ആർക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ഓരോ ആൾക്കാർക്കും വേണ്ടി ഞാൻ പോയിട്ട് പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എല്ലാവരും പേഴ്സണലി. എനിക്ക് ഈഗോ എന്ന് പറയുന്ന 3 അക്ഷരം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഈവൻ 2020 പോലും എനിക്ക് ചെയ്യാൻ പറ്റിയത് ആ 3 അക്ഷരം എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അത് ബിക്കോസ് ഓഫ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ലവിനെ കുറിച്ചാണ്. ആ ലവ് ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ടാണ്. അവർ രണ്ടുപേരും അറിയാതെ മലയാള സിനിമയിൽ ദിലീപ് ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും അത് ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴും ഞാൻ അവരോട് വിളിച്ച് സംസാരിച്ച് എന്ത് വിഷയത്തിനാണെങ്കിലും ഇപ്പം ഈ തിയേറ്റർ അസോസിയേഷൻ്റെ ചെയർമാനും പ്രസിഡൻ്റ് ആവാൻ കാരണം തന്നെ മറ്റുള്ള എല്ലാവരുമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനൊക്കെ പോയിക്കണം. 5 പൈസയുടെ വരുമാനം എനിക്കില്ല. ശത്രുത ഉണ്ടാവുക, എല്ലാവരും വരിക്കണം. ഞാനാണ് സംസാരിക്കുന്നത്. എൻ്റെ പിന്നിൽ സംസാരിക്കുന്നത് എന്നെ പറഞ്ഞു കൊടുക്കുന്ന വേറെ ആൾക്കാരാണ്. ഞാൻ സിനിമയുടെ നല്ലതിന് പോയി മാത്രമേ നിന്നിട്ടുള്ളൂ. എൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഒരു പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് ഏത് അസോസിയേഷനിലാണെങ്കിലും ഏത് വ്യക്തിയുടെ മുമ്പിലാണെങ്കിലും ഞാൻ നേരിട്ട് കയറിച്ചില്ല. എനിക്ക് അവൻ എന്നെ കാണാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ബേസിക്കലി ഇപ്പോഴും എൻ്റെ നിൽക്കുന്നത് ഞാൻ ടെക്നീഷ്യന്മാരുടെ കൂടെയും ടെക്നീഷ്യൻ്റെ സ്ഥാനത്ത് ക്യാമറയുടെ മുമ്പിലാണ് എൻ്റെ ജോലിയെങ്കിലും ഞാൻ കൂടുതൽ നിൽക്കുന്നത് ക്യാമറയുടെ പിന്നിലുള്ള ആൾക്കാരുടെ കൂടെയാണ്. കാരണം ഞാൻ അവിടെ നിന്ന് വന്ന ആളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 10 സിനിമ ചെയ്തു. ഏകദേശം 3-5 വർഷം ഞാൻ അവരുടെ കൂട്ടത്തിൽ യൂണിറ്റ് വണ്ടിയുടെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ പോയി യൂണിറ്റ് വണ്ടിയുടെ അടിയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടീം അതാണ്. കാരണം ആരും പെട്ടെന്ന് അവിടെ അന്വേഷിക്കാതിരിക്കാൻ പറ്റി ഇവരുടെ കൂട്ടത്തിൽ അന്വേഷിക്കില്ല എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ആ റീച്ച് തന്നെ ഇപ്പോഴും കിടക്കുന്ന ഒരാളാണ് നമ്മൾ. ആ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുള്ള ആൾക്കാരാണ്. ചായ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ആയിട്ടുള്ള പഴയ ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ കുറേ ആൾക്കാർ പോയി ഇപ്പോഴും. പക്ഷെ നമ്മുടെ വർഗസ്നേഹം എന്ന് പറയുന്നത് കൂടുതൽ ഇവിടെ തന്നെയാണ്. നമ്മുടെ എൽഡേഴ്സിനായാലും ആരോടാണെങ്കിലും നമ്മൾ വിട്ട് സംസാരിച്ചതാവണോ, അത് സ്നേഹത്തിൻ്റെ പുറത്തുള്ളതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരാവശ്യമില്ലാതെ ഇപ്പം ശരിക്കും നമ്മൾ ഓവർസീസ് ബിസിനസ് ചെയ്യുന്ന അഹമ്മദ് ഗുൽഷൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഫാദർ ഓഫ് UAE സിനിമാസ്, അദ്ദേഹം മറ്റെല്ലാവർക്കും മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം ഡോണാണ്.
അതെനിക്ക് മനസ്സിലാവുള്ളൂ അത് ഏത് അളവാണ്. ഞാൻ പോയി പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഫോട്ടോ വന്ന ഡോൺ മീറ്റിംഗ് ദ ഡോൺ, അതിന് മറ്റെല്ലാവരും പോയി സംസാരിക്കുന്ന ഫോട്ടോ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് ദ ഫാദർ ഓഫ് UAE സിനിമാസ്. അപ്പോൾ എന്ത് നയമാണ് ഇതിൽ. ആ പുള്ളി എന്നെ കാണുമ്പോൾ ശരിക്കും ഇതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പറയും, നീ എന്നെ ഡോണാക്കിയല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറയും സാർ എന്ത് ചെയ്യാനാണ് സാർ, ഇപ്പോൾ വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സിനിമ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെ കോമഡികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇത് കാണുമ്പോൾ ചിരിക്കും. ഇത് എന്താ പറയുക ഇപ്പം, അതാണല്ലോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരെ തന്നെ നമ്മൾ ഉപയോഗിച്ച് അവർക്കൊരു പ്രോബ്ലം വന്നാൽ നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്യിക്കുക. ഇത് തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും അറിയാം ഇയാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു സഹായം ചോദിച്ചു വന്നാൽ ഞാൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ട് ഞാൻ ഉണ്ടായിരിക്കും. അത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അയാൾ എന്നെ തിരിച്ച് സഹായിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാൻ എല്ലാം എൻ്റേതാണ്, എല്ലാവരും എൻ്റേതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എന്നാലും പക്ഷേ എനിക്കൊരു പരാതിയില്ല, പരിഭവമില്ല. അവരങ്ങനെയാണ് എന്ന് വെച്ച് ഞാൻ അങ്ങനെ ആവണോ? ഞാൻ എൻ്റെ അടുത്ത് വന്ന സംസാരിക്കുന്ന ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ എന്നെ കൊണ്ടാവുന്നത് ഞാൻ അതിൻ്റെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതുള്ളൂ. അത് അയാളിൽ നിന്ന് തിരിച്ചു പറഞ്ഞു എന്നെ വേറെ ആരെങ്കിലും സഹായിക്കും. ദിലീപേട്ട സീരിയസ് കാര്യങ്ങളെ മാറ്റി നിർത്തി നമ്മൾ തമാശകളിലേക്ക് പോവാണ്. കാരണം പവി എ കെയർ ടേക്കർ ഒരു ഫൺ മാനാണ്. എൻഡ് ഓഫ് ദി ഡേ ആ സിനിമയിൽ മുഴുവൻ തമാശയാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് തമാശയിലോട്ട് പോട്ടെ. ബാക്കിയെല്ലാവരും വിളിക്കട്ടെ. ഓക്കെ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.